പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഗണിത ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണിത്. ഇതിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം, ഞാനാര്? ഇതൊരു കടങ്കഥയാണ്. ചോദ്യം വായിക്കാം. എന്നെ തമ്മിൽ കൂട്ടിയാലും എന്നെ തമ്മിൽ ഗുണിച്ചാലും എൻ്റെ ഇരട്ടിയാകും. ഞാനാര്? എന്നെ തമ്മിൽ കൂട്ടിയാലും എന്നെ തമ്മിൽ ഗുണിച്ചാലും എൻ്റെ ഇരട്ടിയാകും. ഞാനാര്? അപ്പോൾ ഒരു സംഖ്യയാണ് ഉത്തരം. ആ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ, ആ സംഖ്യ കൊണ്ട് തന്നെ കൂട്ടിയാലും ആ സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ഉത്തരം എന്താവും? ആ സംഖ്യയുടെ ഇരട്ടിയായി മാറും. എന്നെ തമ്മിൽ കൂട്ടിയാലും എന്നെ തമ്മിൽ ഗുണിച്ചാലും എൻ്റെ ഇരട്ടിയാകും. ഞാനാര്? അപ്പോൾ ആ സംഖ്യയാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓക്കെ. ഇനി പ്രവർത്തനം 2 നോക്കാം. കളങ്ങൾ പൂരിപ്പിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു മാന്ത്രിക ചതുരമാണ്. പേജ് നമ്പർ 70 ഒരു പ്രവർത്തനമാണ്. ഇവിടെ കാണാം, നിറം കൊടുക്കാത്ത കളങ്ങളിലെ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? നിറം കൊടുക്കാത്ത കളങ്ങളിലെ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം, നിറം കൊടുത്തത് കാണാം. ഈ സൈഡിലും നിറം കൊടുത്തതായിട്ട് കാണാം. നിറം കൊടുക്കാത്ത സംഖ്യകൾ ഇപ്പോൾ 1, 4, 9, 16, 25, 36 ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അത് നോക്കിയാൽ അറിയാം. ഇവിടെ 1 എന്നാണ്. ഈ 1 കിട്ടുന്ന നോക്കാം. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് 1. ഓക്കെ. ഈ നിറം കൊടുത്ത സംഖ്യയിലെ ഇവിടുത്തെ 1ഉം ഈ 1ഉം കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും ഇവിടെയുള്ള സംഖ്യ 1. ഇനി ഇതുപോലെ തന്നെ നോക്കാം, ഈ 2ഉം ഇവിടെയുള്ള 2ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും അതിന് നേരെ വരുന്ന 4. ഓക്കെ. പ്രത്യേകത മനസ്സിലാക്കുക. 2ഉം 2ഉം ഗുണിക്കുമ്പോൾ 2, 2, 4. 2 ഗുണിക്കണം 2 സമം 4. ഇങ്ങനെ ഓരോ സംഖ്യയുടെയും പ്രത്യേകത മനസ്സിലാക്കുക. 9 നോക്കാം. 3 ഗുണിക്കണം 3. ഈ 2 നിറം നൽകിയ സംഖ്യ കളത്തിലുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും അതിൻ്റെ നേരെ വരുന്നത്. ഓക്കെ. അതാണ് ഒന്നാമത്തെ ചോദ്യം. നിറം കൊടുക്കാത്ത കളങ്ങളിലെ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അത് കണ്ട് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കാം. ഈ പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കളങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള സംഖ്യകൾ നമുക്ക് കണ്ടെത്തി എഴുതാൻ കഴിയും. ഇവിടെ 1 വേണമെങ്കിൽ പറഞ്ഞുതരാം. 1നെ 2 കൊണ്ട് ഗുണിക്കുക. 1, 2. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 2. ഓക്കെ. 1 ഗുണിക്കണം 2. ഇങ്ങനെ ഓരോന്നും ഒന്നുകൂടി ചെയ്യാം. 5 ഗുണിക്കണം 3. 5, 3. 5, 3 അല്ലെങ്കിൽ 3, 5. ഉത്തരം 15. അതായിരിക്കും ഇവിടെയുള്ള സംഖ്യ. ഓക്കെ. നിറം നൽകിയ കളങ്ങളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും അതിൻ്റെ നേരെ വരുന്ന സംഖ്യ. അതുപോലെ എന്ത് ചെയ്യാം? ഒഴിഞ്ഞ കളങ്ങളൊക്കെ പൂർത്തിയാക്കുക. ഇനി അതിലുള്ള മൂന്നാമത്തെ പ്രവർത്തനം, കളങ്ങളിൽ നിന്ന് പാറ്റേണുകൾ കണ്ടെത്തി എഴുതാമോ? ഇവിടെ സംഖ്യാ പാറ്റേണുകൾക്ക് കാണാം 1, 2, 3, 4, 5 എന്ന് പറയുന്ന പാറ്റേണുകൾ കാണാം. ഇനി അതുപോലെ തന്നെ ഇത് മുഴുവനായിട്ടും പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇതുപോലുള്ള ഗുണന പാറ്റേണുകൾ കണ്ടെത്താൻ കഴിയും. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് കിട്ടും 2, 4, 6 എന്ന് പറയുന്ന പാറ്റേണുകൾ അവിടെ കിട്ടും. അങ്ങനെ ഓരോന്നും നോക്കിയിട്ട് ചെയ്യാം. 3 ചോദ്യമാണ് അതിലുള്ളത്. ഇനി പ്രവർത്തനം 3 നോക്കാം. പ്രത്യേകത എന്ത്? ഈ മുകളിൽ തന്ന അതേ മാന്ത്രിക ചതുരം തന്നെയാണ് ഇവിടെയുള്ളത്. നോക്കാം. നിറം കൊടുത്ത കളങ്ങളിൽ സംഖ്യകൾ എഴുതുക. നമ്മളിവിടെ മുഴുവനായിട്ട് എഴുതുമ്പോൾ ഇതിലുള്ള സംഖ്യകളൊക്കെ നമുക്ക് എഴുതാൻ അറിയും. ഓക്കെ. നിറം കൊടുത്ത കളങ്ങളിൽ സംഖ്യകൾ എഴുതുക. ഈ കളങ്ങളിൽ നേരെ വരുന്ന സംഖ്യകളുടെ തുക കാണുക. ഇവിടെ 1 ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇത് എഴുതിയത് നോക്കാം. 2 ഗുണിക്കണം 4. 2, 4, 8. അങ്ങനെയാണ് ഇവിടെ 8 വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 5 ഗുണിക്കണം
2, 5 2 10. അങ്ങനെയാണ് ഇവിടെ 10 വന്നത്. ഇങ്ങനെ ഈ നിറം നൽകിയ കളങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, സംഖ്യകൾ എഴുതി ചേർക്കുക. എന്നിട്ട് ഈ കളങ്ങളിൽ നേരെ വരുന്ന സംഖ്യകളുടെ തുക കാണുക. നേരെ വരുന്ന സംഖ്യ അതായത് 6, 8, 10 ഇവിടെ കാണാം നിങ്ങൾക്ക്. 6, 8, 10 അതിന് 3 കൂടി കൂട്ടി നോക്കുക. അതുപോലെ തന്നെ 4, 8, 12. 4, 8, 12 അത് 3 കൂട്ടി നോക്കാം. അപ്പോൾ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ ഇവിടെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ കളത്തിലും ഈ 5 കളങ്ങളിലും സംഖ്യകൾ എഴുതി ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നേരെയും കുത്തനെയും എന്ത് ചെയ്യുക, കൂട്ടി നോക്കുക. അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. ഇനി അതിൽ മറ്റൊരു പ്രവർത്തനം കൂടിയുണ്ട്. ഇതുപോലെ മറ്റു കളങ്ങളിൽ സംഖ്യ എഴുതി തുക കണ്ടു നോക്കൂ. ഇവിടെ 2 നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഈ ഒഴിഞ്ഞ കളങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള സംഖ്യകൾ, ഈ 5 കളങ്ങളിലുള്ള സംഖ്യകളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ടത് നേരെയുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കി അതിൻ്റെ ഉത്തരവും കണ്ടെത്തുക. ഓക്കെ. ഇനി പ്രവർത്തനം 4 പൂരിപ്പിക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 71 പ്രവർത്തനമാണ്. മുകളിൽ തന്ന കളങ്ങളിൽ നിന്നും കണ്ടെത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കളങ്ങളിൽ നിന്നും 3ൻ്റെ കൂട്ടങ്ങളെ എഴുതി നോക്കൂ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗുണനപ്പട്ടികയായിട്ട് രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. 1 3 3, 2 ഗുണിക്കണം 3 സമം 6, 3 ഗുണിക്കണം 3 സമം കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് 4 ഗുണിക്കണം 3 സമം അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. ഓരോന്നും കണ്ടെത്താം. ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം, 4ൻ്റെയും 6ൻ്റെയും കൂട്ടങ്ങളെ ഇതുപോലെ എഴുതാം. ഇവിടെ 3 ചെയ്ത പോലെ 4ൻ്റെയും 6ൻ്റെയും കൂട്ടങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. ഓക്കെ. ഇനി പ്രവർത്തനം 5 അവസാനത്തെ പ്രവർത്തനമാണ്. ഗുണന വസ്തുതകൾ എഴുതാം. ഗുണന വസ്തുതകൾ എഴുതാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 1 എന്ന സംഖ്യയുടെ ഗുണനപ്പട്ടിക എഴുതിയത് നോക്കൂ. ഇവിടെ കാണാം നിങ്ങൾക്ക് 1 ഗുണിക്കണം 1 സമം 1, 2 ഗുണിക്കണം 1 സമം 2, 3 1 3, 4 1 4, 5 1 5 അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ പ്രവർത്തനം ഇതാണ്. ഇതുപോലെ 2 3 4 5 6 എന്നീ സംഖ്യകളുടെ ഗുണനപ്പട്ടിക എഴുതി നോക്കാം. നോട്ട് പുസ്തകത്തിൽ വൃത്തിയിൽ കള്ളിയൊക്കെ വരച്ച് 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും 6ൻ്റെയും ഗുണനപ്പട്ടികകൾ എഴുതി നോക്കുക. ഓക്കെ, റെഡി.